ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം അവന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ പോലും അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ഇശാ കഴിഞ്ഞ ഉടൻ അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങുക. അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ്? നല്ല ഉന്മേഷത്തോടു കൂടി രാവിലെ എഴുന്നേൽക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹിന്റെ ജമാഅത്തായിട്ട് മസ്ജിദിലേക്ക് പോകണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കിന് പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടാവണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അടിമകൾക്ക് നന്മ ചെയ്യണം, എന്റെ കുടുംബത്തിന്റെ കാര്യം നന്നായിട്ട് എനിക്ക് നോക്കണം, ഈ ലക്ഷ്യത്തിലാണ് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ അദ്ദേഹത്തിന് അതിന് പ്രതിഫലമാണ്. ഏത് മേഖല നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ വെള്ളം കുടിക്കാണെന്ന് കരുതുക, ബിസ്മില്ല പറഞ്ഞ് വലത് കൈ കൊണ്ട് 3 ഇറക്കായി വെള്ളം കുടിച്ചാൽ അതിന് നമുക്ക് പ്രതിഫലമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അദബുകൾ അനുസരിച്ച് ബിസ്മില്ല പറഞ്ഞ് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ച് ആ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സുന്നത്തിന്റെ പ്രതിഫലമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈത്തപ്പഴം പോലെയുള്ള 3 വിരലുകൾ കൊണ്ട് തിന്നാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ 3 വിരലുകൾ കൊണ്ട് തിന്നുക, അത് നമുക്ക് പ്രതിഫലമാണ്. ഇവിടെ അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും, അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നാൽ അത് നമുക്ക് സദഖയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് സദഖയാക്കി തീർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത്, സാധാരണക്കാർ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ്. സാധാരണക്കാർ അവരുടെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയാണ്. ഉദാഹരണം, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കും. ചെരുപ്പ് ധരിക്കുമ്പോൾ 2 രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഒരു വിഭാഗം ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലം ധരിക്കും, പിന്നെ ഇടത് കാലം ധരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ? ഇങ്ങനെയാണ് ചെരുപ്പ് ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഒരാൾ ചെരുപ്പ് ധരിച്ചു, പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചില്ല. 2 ആളുകളും ചെയ്തത് ഒരേ പ്രവർത്തനം, പക്ഷേ 2 ആളുകളും ലഭിച്ചിരിക്കുന്ന പ്രതിഫലം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രതിഫലവും ഇല്ല, മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിച്ച പ്രതിഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഅറൂഫിൻ സദഖ. ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖ ലഭിക്കും. ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖയുടെ പ്രതിഫലം ലഭിക്കും. പക്ഷെ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എന്താ? മനസ്സിൽ ആ ഒരു ഉദ്ദേശം ഉണ്ടാകണം. നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരാണ് അധിക ആളുകൾ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സഹവസിക്കുന്നതെങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ട്. ഭാര്യയ്ക്ക് ചെലവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഈ സമയത്ത് അല്ലെങ്കിൽ ചെലവിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാട്ടുകാരൊക്കെ കൊടുക്കുന്നു, ഞാനങ്ങനെ കൊടുക്കാതിരിക്കുക, ആ ഒരു ചിന്താഗതിയിൽ കൊടുത്താൽ ബാധ്യത പൂർത്തീകരിക്കപ്പെടും, പ്രത്യേകിച്ച് പ്രതിഫലമില്ല. നേരെ മറിച്ച് കൊടുക്കുമ്പോൾ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്, ആ ഒരു ഉദ്ദേശത്തിൽ ഞാനൊരു നല്ല ഭർത്താവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്, ആ രൂപത്തിൽ നമ്മൾ കൊടുത്താൽ നമുക്കതിന് ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇങ്ങനെ ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക.